കേൾക്കാം. കേൾക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ പാംലെറ്റ് പറയുന്ന വെച്ചാല് ഇത് ഇത് മിക്കപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഏഴ് ഏഴ് പ്രോഗ്രാം നമ്മള് മറ്റുള്ളവരിലേക്ക് സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ഈ പാംലെറ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് വളരെ സൗകര്യത്തോടു കൂടി വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ലളിതമായ ഭാഷയിലാണ് അത് എഴുതിയേക്കണത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. എനിക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചർ ഉണ്ട്. ആ ലിറ്ററേച്ചറിൽ എയിലുള്ള ഞങ്ങൾ എല്ലാവരും ഈ ചോദ്യം ചോദിച്ചവരാണ് എന്നാണ് അതിൻ്റെ കാര്യം. അധികം പേർക്കും ഇതേ അനുഭവം ഉള്ളതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. മദ്യം ഞങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് എയുടെ സഹായത്താൽ ഞങ്ങൾ മനസ്സിലാക്കി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയുടെ സഹായത്താൽ ഞങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്, ഞങ്ങൾ തനിച്ചായിരുന്നില്ല. ഞങ്ങളെ സഹായിച്ചു. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഈ പ്രോഗ്രാം പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിച്ചേരാൻ അതിൻ്റെ സഹായം കിട്ടുന്നത്. അതേസമയം ഒറ്റയ്ക്ക് ഇപ്പൊ നമ്മൾ ഓൺലൈൻ മീറ്റിംഗ് നമ്മൾ പരസ്പരം കാണുന്നൊന്നുമില്ല. കുറെ ആളുകൾ അവിടെ ഒരു സ്ഥലത്തുണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ അത് ഫോളോ ചെയ്യുകയാണ്. നേരെ മറിച്ച് നമുക്ക് ഈ ലിറ്ററേച്ചറിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ കുറെ കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ചില പോയിന്റുകളൊക്കെ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്ന പുതുമക്കാരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ എപ്പോഴും 2-3 കാര്യങ്ങൾ ഊന്നി പറഞ്ഞാണ് സാധാരണ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഈ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഞാൻ പറയാറുള്ളത്. അപ്പോൾ 1935 പ്രോഗ്രാം തുടങ്ങിയ കാലത്ത് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ സിൽക്ക്വർത്ത് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് 2 വാക്കുകളിൽ കൂടിയാണ്. ഒന്ന്, ഇത് ഒരു അലർജി ആണ്. ഒരാൾക്ക് പറ്റാത്ത ഒരു കാര്യം അയാൾ ചെയ്യുന്നു. ഒരാൾക്ക് അയാളുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും പറ്റാത്ത ഒരു കാര്യം ചെയ്യുന്നു. അത് അലർജി എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കുന്നത് അയാൾക്ക് ശാരീരികവും മാനസികമൊക്കെ ആയിട്ട് നിലനിൽപ്പില്ലാതാക്കുന്ന ഒരു പ്രക്രിയ, അതാണ് അലർജി. അലർജി ഒരു ഫേറ്റൽ റിയാക്ഷനാണ്, ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള അർത്ഥമാണ് അലർജി എന്നുള്ള വാക്ക് ഉപയോഗിച്ചേക്കണം. രണ്ടാമത്തെ വാക്ക് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഒരു ഒഴിയാബാധ, ഒരാളുടെ പുറകെ കൂടി ഒഴിയാബാധ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഒബ്സഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ഒബ്സഷൻ. അത് ഒബ്സഷൻ എന്നുള്ള ഇതില് ഈ ഒഴിയാബാധ നമ്മൾ പറയുന്ന ഒരാളുടെ ചിന്തകളാകാം, ഓർമ്മകളാകാം, അയാളുടെ വികാരങ്ങളാകാം, പിന്നെ അയാളുടെ സ്വഭാവങ്ങളാകാം. അതെല്ലാം ഒഴിയാബാധകളാണ്. അപ്പൊ ഒരു കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് അതിങ്ങനെ കണ്ണിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കാര്യം. അപ്പൊ 2 കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ആ കാലഘട്ടത്തിൽ പറഞ്ഞത്. അന്ന് ശാസ്ത്രമൊന്നും അത്ര വികസിക്കാത്ത ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന അതാണ്. പക്ഷെ ഇന്ന് ശാസ്ത്രം വളരെയധികം മാറി. ശാസ്ത്രത്തെ പുതിയ അറിവുകൾ, വളരെ അതിബൃഹത്തായ ഗവേഷണങ്ങൾ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അതിൻ്റെ എവിഡൻസ്, തെളിവുകളുടെ സഹായത്താൽ, തെളിവുകൾ വേണം. ഇപ്പോൾ ആളുകൾ ഏതൊരു രോഗത്തെക്കുറിച്ചും ഒരാൾക്ക് അറിയണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അയാൾ ആദ്യം അതെങ്ങനെയുണ്ട്, അത് പ്രവർത്തിക്കുന്ന സംഗതിയാണോ, തെളിവുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ രോഗത്തിനെ കുറിച്ചുള്ള തെളിവ് വേണം. ആ രോഗത്തിന് ഉള്ള പ്രതിവിധി, അതിന് തെളിവ് വേണം. അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ്, അതിന് തെളിവ് വേണം. ഇതൊക്കെ ഇന്നത്തെ
ലോകത്തിലെ ജനത ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ചികിത്സയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് ഈ രോഗത്തെക്കുറിച്ചുള്ള, ഈ രോഗത്തിന്റെ സ്വഭാവം, ഈ രോഗം എവിടെ തുടങ്ങുന്നു, എങ്ങനെ വളരുന്നു, എന്തായി മാറും, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷെ വാസ്തവത്തിൽ രോഗത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവുണ്ടാക്കിയിട്ടും അതെല്ലാം പറ്റി മനസ്സിലാക്കിയിട്ടും ഒന്നും ആളുകൾക്ക് പിന്തുടരാൻ പറ്റുന്നില്ല. പല ആളുകളും പരാജയപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗത്തെക്കുറിച്ച് നല്ല ധാരണയൊക്കെ ഉണ്ടായിട്ടും പരാജയപ്പെടുന്നത്? അത് ഇതിന്റെ രോഗലക്ഷണങ്ങളുടെ പട്ടികയിൽ തന്നെ ഉണ്ട്. രോഗലക്ഷണങ്ങൾ ഒരു പട്ടികയായിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 5-6 രോഗലക്ഷണങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ രോഗലക്ഷണങ്ങളുടെ പട്ടികയിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ട് രോഗത്തെ മനസ്സിലാക്കിയിട്ടും ആളുകൾ അതിന്റെ പുറകെ പോകുന്നു, ഈ സൂക്കേടിന്റെ പുറകെ പോകുന്നു. അപ്പൊ ആ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. മദ്യാസക്ത രോഗത്തിന്റെ കാതലായ ആ 5-6 രോഗലക്ഷണങ്ങൾ. ഒന്ന്, അത് ഒരു ക്രേവിങ്, ആർത്തി ഉണ്ടാക്കുന്നു, ആസക്തി ഉണ്ടാക്കുന്നു. ഈ ആസക്തി വരുന്നത്, അത് തുടങ്ങുന്നതും വളരുന്നതും അത് മുമ്പോട്ട് പോകുന്നതും അതിൽ മാറ്റം വരുന്നതൊക്കെ തന്നെ തലച്ചോറിന്റെ പ്രവർത്തനത്തിലൂടെയാണ്. ആർത്തി, ക്രേവിങ് എന്ന് പറയും. അപ്പൊ ഈ ക്രേവിങ് ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ബ്രെയിനിലെ അതിന് പ്രത്യേകം തന്നെ ആ തലച്ചോറിന്റെ ഭാഗത്തിന് പ്രത്യേക പേര് തന്നെ ഉണ്ട്. ഇപ്പൊ ന്യൂക്ലിയസ് അക്കുംബൻസ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് നമ്മുടെ തലച്ചോറിന്റെ റിവാർഡ് സെന്റർ. റിവാർഡ്, ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു അതിര് കടന്ന അഭിനിവേശം, അതൊക്കെ നമ്മുടെ തലച്ചോറിലുണ്ട്. അതിന് പ്രചോദനമുണ്ട്. അതെല്ലാം ഈ റിവാർഡ് സെന്റർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് അക്കുംബൻസ് എന്നൊക്കെ പറയുന്ന തലച്ചോറിന്റെ ആ ഭാഗത്ത്, അവിടെ നിന്നാണ് ഡോപ്പമിൻ വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന. ഈ ഡോപ്പമിൻ ആണ് പ്ലഷർ ഉണ്ടാക്കുന്നത്. അത് തലച്ചോറിന്റെ നമ്മൾ നിയന്ത്രിക്കുന്ന, നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, തീരുമാനിക്കുന്ന, നമ്മൾ താരതമ്യപ്പെടുത്തുന്നു, യെസ് ഓർ നോ, ഏതാണ് സ്വീകരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മദ്യാസക്തന് തലച്ചോറിന് കേടുപറ്റി കഴിഞ്ഞാൽ അപ്പൊ ഈ യെസ് ഓർ നോ അല്ലെങ്കിൽ ഡിസിഷൻ, തീരുമാനമെടുക്കല്, അതൊക്കെ അസാധ്യമായിട്ട് വരും. അതാണ് അതിന്റെ അടിസ്ഥാനം. ഈ ആർത്തിയുടെ അടിസ്ഥാനം അതാണ്, ആർത്തി അല്ലെ ക്രേവിങ്. രണ്ടാമത്തെ കാര്യം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. ഇത് കണ്ടിന്യൂസ്, ഡേ ടു ഡേ, ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തേക്ക് ഒരേപോലെ തന്നെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആവുന്നില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസീവായിട്ട് മുമ്പോട്ട് പോകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതെന്ന് വെച്ചാൽ ക്രോണിക് ആകുക എന്ന് വെച്ചാൽ, അതായത് ഒരാള് ഈ സൂക്കേടിലേക്ക് ഒരു വലിച്ചെറിയപ്പെടുന്ന സ്വഭാവം പോലെയാണെന്നാണ് പറയണത്. വലിച്ചെറിയപ്പെടുക, ഒരാള് എടുത്തെറിയപ്പെടുക സൂക്കേടിന്റെ ഉള്ളിലേക്ക്. അത്രമാത്രം ശക്തമാണത്. അപ്പൊ അങ്ങനെ ശക്തമായത് കൊണ്ടാണ് എല്ലാ ദിവസവും അയാൾ പിന്തുടരുന്നത്. ക്രോണിക് സ്റ്റേജ് എന്ന് പറയും. അടുത്തത് നമുക്ക് കൺട്രോൾ ലോസ് ആണ്. നമുക്ക് അതിന്റെ മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല. ഒരു തീരുമാനം എടുത്തത് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയില്ല. കൺട്രോൾ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന നമ്മുടെ ചിന്തകളിൽ കൂടിയും നമ്മുടെ സിറ്റുവേഷൻസിനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കൺട്രോൾ. അതൊന്നും ശരിയായി പിന്തുടരാൻ നമുക്ക് സാധിക്കുന്നില്ല. അടുത്തത് കമ്പൾഷൻ എന്ന് പറയും. കമ്പൾഷൻ, ഒരു നിർബന്ധത്തിന്റെ ഒരു രീതി എപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു നിർബന്ധം. അപ്പൊ അതും കഴിഞ്ഞാല് അവസാനത്തെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമാണ്, അറിവുണ്ടായിട്ടും അത് ആവർത്തിക്കപ്പെടുന്നു. അറിവുണ്ടായിട്ടും
അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. എന്താണ് അറിവ്? മദ്യാസക്ത രോഗത്തിന് ഒരാൾക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ധാരണകൾ, വീഴ്ചകൾ, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒക്കെ ഒരു മദ്യാസക്തന് അറിവുണ്ട്. അയാളെ തലച്ചോറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അറിവ്. പക്ഷെ എന്നാലും അയാൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ചുറ്റുപാട്, ചുറ്റുമുള്ള ലോകം, ആ ലോകമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ അങ്ങോട്ട് പിടിച്ചു വലിക്കും. ചില കാര്യങ്ങൾ നോ എന്ന് പറയും, ചിലത് പറയും യെസ് എന്ന് പറയും. അപ്പൊ ഈ യെസ് നോ എന്നുള്ളതിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഇമ്പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അതാണ് എൻ്റെ കൺഫ്യൂഷൻ. യെസ് ആണോ നോ ആണോ ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുള്ള അതിപ്രാധാന്യമുള്ള തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കാതെ പോകുന്നു. അതാണ് എൻ്റെ കാരണം. അപ്പൊ ഞാനിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ അതിലേക്ക് തുടർച്ചയായിട്ട് വലിച്ചെറിയപ്പെടുന്നത്? പിന്നെ മറ്റൊന്ന്, പല ആളുകൾക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഈ തലച്ചോറ്, ബ്രെയിനാണ് നമ്മളെ ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്നതും നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നതും. ഒരു കണക്ഷൻ ഇല്ലാതെ, ഇപ്പൊ നമ്മൾ ഈ മൊബൈൽ കണക്ഷൻ ശരിയാകാതെ കുറച്ച് നേരം ബുദ്ധിമുട്ടില്ലേ? അപ്പൊ നമുക്ക് പുറത്തേക്കും അകത്തേക്കും നമുക്കൊരു ബന്ധം, കണക്ഷൻ വേണമെങ്കിൽ അത് നമ്മളെ നമ്മളെ ഉപകരണം നമ്മളെ ബ്രെയിനാണ്. അപ്പൊ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി, ദിസ് എ ബ്രെയിൻ ഡിസീസ്, ക്രോണിക് പ്രോഗ്രസീവ് റിലാപ്സിങ് ബ്രെയിൻ ഡിസീസ്. അത് എല്ലാ സ്ഥലത്തും നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കിയാലും ആവർത്തിക്കപ്പെടുന്ന ഒരു രോഗം. അപ്പൊ ഇതിന് നമ്മളെ പ്രോഗ്രാം കണ്ടുവച്ചേക്കണത് മെന്റൽ ചേഞ്ച് ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്, മാനസികമായിട്ട് ഒരു മാറ്റം, മാനസാന്തരം എന്ന് നമ്മൾ പറയും. നമ്മൾ പറയും മാനസാന്തരം. അതുപോലെ ആ മാനസാന്തരം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബിഹേവിയറിനെ മാറ്റണം. അത് നമ്മുടെ രോഗത്തെ ചികിത്സിക്കണം. അത് മാനസിക രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ 2 കാര്യങ്ങൾക്കും വേണ്ടി അതിന് ചിട്ടപ്പെടുത്തിയ ചില ദാർശനികമായിട്ടുള്ള ചില അറിവുകൾ നേരിട്ട് മദ്യാസക്തനെ കുറ്റപ്പെടുത്താതെയും ശകാരിക്കാതെയും അയാളെ വെറുക്കാതെയും ഉള്ളൊരു അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഈ 12 പടികൾ, 12 പാരമ്പര്യങ്ങളും നമ്മളെ ഈ ലിറ്ററേച്ചറൊക്കെ. ഒരു മദ്യാസക്തന് ഒറ്റ വാക്ക് മതി. ഒരു മദ്യത്തിന് അടിപ്പെട്ട ഒരു കുടിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു മദ്യാസക്തനെ അത് പെട്ടെന്ന് ബാധിക്കും, പെട്ടെന്ന് അയാൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിരോധാഭാസമാണ്. അയാൾ എല്ലാ ദിവസവും മദ്യം കഴിക്കുന്നു, മദ്യത്തിന് അടിപ്പെട്ടിട്ടുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അയാൾ മദ്യാസക്തൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച്, കുടിയൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾ അതിനെ വെറുക്കുന്നു. എന്തുകൊണ്ട്? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അയാൾ ആ കുടിയൻ എന്നുള്ള വാക്കിനെ തന്നെ വെറുക്കുന്നത്? കുടിയെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ അയാൾ വെറുക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. അപ്പൊ കുടിയെന്നുള്ള വാക്കിനെ അയാൾ വെറുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ വാക്കിനെ അയാൾ വെറുക്കുന്നത്? കാരണം അയാളൊരു മദ്യാസക്തനാണെങ്കിലും അയാളുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നുണ്ട്. 2 മനുഷ്യരാണ്. ഒന്ന്, ഒരു സാധാരണ വിവരം, മനുഷ്യത്വം ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, ഒരു സാധാ മനുഷ്യനുണ്ട്. 2, അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറുള്ള വേറൊരു മനുഷ്യനുമുണ്ട്. അപ്പൊ ഈ സ്പ്ലിറ്റിംഗ്, ഈ 2 തരത്തിലുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ചില ആൾക്ക് പേഴ്സണാലിറ്റി 2-ൽ കൂടുതലുണ്ടാവും.
അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള പേഴ്സണാലിറ്റി അയാളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അയാൾ റിലാപ്സ് ചെയ്യുന്നതും അയാൾ രക്ഷപ്പെടാൻ കൈകാലിട്ട് അടിക്കുന്നതും ഒരു കൃത്യമായിട്ടൊരു ഓർഡർലി ആയിട്ട് ഏഹ്, മുമ്പോട്ട് പോകാൻ കഴിയാത്തതൊക്കെ ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഒരു വശത്ത് അയാളിലുള്ള മനുഷ്യത്വം സാധാരണ എല്ലാ മനുഷ്യരെ പോലെ, മറ്റൊരു ഭാഗത്ത് അയാൾ മനസ്സിലാക്കുന്ന ആ, അയാൾ അയാളുടെ ഉള്ളിൽ ഇപ്പോഴത്തെ പ്രവർത്തനം, ഇപ്പോഴത്തെ അയാളുടെ വീഴ്ചകൾ, താഴ്ചകൾ, അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനുണ്ട്. അതിനെപ്പറ്റി അയാൾ ബോധവാനാണ്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക്, ഈ വൈരുദ്ധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല. ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കലാണ് 12 പടികളും 12 പാരമ്പര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഞങ്ങൾ ഈ 12 പടികളും പാരമ്പര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ചില ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കാരണം ഇതാണ്: വൈരുദ്ധ്യം ഇല്ലാതാക്കുക. ഡബിൾ ആയിട്ടുള്ള ഈ ഈ സാധനം, അത് നമ്മള് ഈ ശരീരം ഒരു വഴിക്ക് പോകുന്നു, മനസ്സൊരു വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ, അതിന് പകരം നമ്മൾ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനാക്കുക എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ ഈ പ്രോഗ്രാം അങ്ങനെ അറേഞ്ച് ചെയ്തേക്കുവാണ്. പ്രോഗ്രാം അതുകൊണ്ടാണ് പ്രോഗ്രാം ഇല്ലാതിരിക്കുക. അതുപോലെ സൗഹൃദങ്ങൾ, കളക്റ്റീവ് കോൺഷ്യസ്നസ് ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരാൾ റിലാപ്സ് ആവും. അയാൾക്ക് ഈ പുനർപതനത്തിൽ പിന്നെ വീണ്ടും തിരിച്ചു വരവ് ചിലപ്പോൾ അസാധ്യമായിരിക്കും. അപ്പൊ അപ്പൊ ഈ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കി അവനവനോട് തന്നെ ചേർന്ന് നിൽക്കുക. ഇതിനിപ്പോ ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് സെൽഫ് കെയർ. സെൽഫ് കെയർ. അയാൾ ഒറ്റ കാര്യത്തിലേക്ക് ചുരുങ്ങണം, ഞാൻ എന്നുള്ള അതിലേക്ക്. ആ ഞാൻ എന്നുള്ള ഒറ്റ സെൽഫ് കെയർ, സ്വയം രക്ഷ, സ്വയം സംരക്ഷണം, സ്വയം മെച്ചപ്പെടുത്തൽ, അതിലേക്ക് അയാൾ ചുരുങ്ങണം. അയാളിങ്ങനെ രണ്ടായിട്ട് നടക്കാൻ പറ്റൂല. അപ്പൊ ഈ 12 പടികളും 12 പാരമ്പര്യങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും, ഓരോ പടിയിലും അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ പടി തന്നെ എടുത്ത് നോക്കാം. മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന, അതൊരു യാഥാർത്ഥ്യമാണ്. അയാൾ ജീവിതം കൊണ്ട് ജീവിച്ച് ആ ജീവിതം താളം തെറ്റി അയാൾ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ് ആ പ്രസ്താവന. മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. നമ്മുടെ പഴമക്കാർ പല ആൾക്കാരും ഈ ഒരു പുതുമക്കാരൻ വരുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്: അവന്റെ അനുഭവം പോരാ, അവൻ മൂത്ത് പഴുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഇതാണ്: എന്താണ്? അവന്റെ അനുഭവത്തിൽ നിന്ന് അവൻ പഠിച്ചിട്ടില്ല ഒന്നും. ജീവിതം അനിയന്ത്രിതമായി പോയതും ജീവിതം കൊണ്ടു നടക്കാൻ പറ്റാതായ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയത് ഫലപ്രദമായിട്ട് തിരികെ കൊണ്ടുവന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവുമില്ല. അപ്പോൾ അവന് കൂടുതൽ പണി കിട്ടണം, എങ്കിലേ അവൻ ഈ കാര്യം മനസ്സിലാക്കൂ എന്നുള്ളതാണ് ഈ വൈരുദ്ധ്യം. അപ്പോൾ നമുക്കെല്ലാവർക്കും അത് പറ്റൂല. കാരണം വെച്ചാൽ ഒരാൾ ഏത് നിമിഷവും, ഞാൻ പറഞ്ഞില്ലേ, മരണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും അതുപോലെ മരണം ഇൻസ്റ്റന്റ് ആയിട്ടും വരുന്നൊരു രോഗം. അതിൽ നമുക്കങ്ങനെ കാത്തു നിൽക്കാൻ സമയമില്ല. അപ്പോൾ അടിത്തട്ടിൽ തട്ടി ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അയാളെ മുകളിലേക്ക് പൊന്തിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പടി അങ്ങനെ പൊന്തിച്ചെടുക്കലാണ്. ഇപ്പോ പണ്ടത്തെ പോലെ വീണ്ടും വീണ്ടും അടിത്തട്ടിൽ തട്ടി തട്ടി അയാള് തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് ബാക്കി? പിന്നെ ഒന്നുമില്ല. അത് തന്നെയല്ല, അയാൾക്ക് കുടുംബമില്ല, അയാളുടെ കുടുംബം തകർന്നു പോകും, അയാൾ മക്കള് ഉണ്ടാവില്ല,
അത് ശിഥിലമായി പോവല്ലോ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ പോകാതെ തന്നെ ഏതൊരു ക്രൈസിസും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പുതിയ ഈ ചികിത്സാ രീതിയിൽ നമ്മൾ മനസ്സിലായി. ഏതൊരു ക്രൈസിസിലും ബ്രീഫ് ട്രീറ്റ്മെന്റ്, ബ്രീഫായിട്ടുള്ള ഒരു ചികിത്സയെങ്കിലും കൊടുക്കണം, ഒരു അറിവ് കൊടുക്കണം, ഒരു ചികിത്സ കൊടുക്കണം. എത്ര പ്രാവശ്യം അയാൾ സ്ലിപ്പായിക്കോട്ടെ, എത്ര പ്രാവശ്യം അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ, അപ്പോഴൊക്കെ തന്നെ ഒരു സഹായം ചെയ്യാതെ അയാൾ ഒഴിവാക്കരുത് എന്നുള്ള പറയണത്. ഏത് ക്രൈസിസിലാണ് അയാൾ രക്ഷപ്പെടുന്നതെന്ന് പറയാൻ ആർക്കും പറ്റില്ല. പലപ്പോഴും അയാൾ ഒരു ക്രൈസിസിൽ കൂടിയാണ് രക്ഷപ്പെടലിന്റെ വഴി കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ ക്രൈസിസ് ഇല്ലാതെ അയാളുടെ ചിന്തകളിൽ കൂടിയും ആലോചനയിൽ കൂടിയും അയാളുടെ ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തിൽ കൂടിയൊക്കെ അയാൾ അങ്ങനെ എത്രയോ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ രക്ഷപ്പെടലിന്റെ വഴികൾ തന്നെ പല രീതിയിലാണ്. അപ്പൊ ഒന്നാമത്തെ പടി നമ്മളിപ്പോ പറഞ്ഞു, അതിന്റെ ഒരു വ്യാഖ്യാനം നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് ഈ പടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ. പക്ഷെ പല ആൾക്കാരും ആ പടികൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെയൊക്കെ പോയിട്ടുണ്ട്. ഒരു നോട്ടീസ് വായിക്കുന്ന പ്രതീതിയോടുകൂടി, ഒരു സിനിമയുടെ നോട്ടീസോ എന്തെങ്കിലും ഒരു പരസ്യത്തിന്റെ നോട്ടീസോ എന്തെങ്കിലുമൊക്കെ വായിക്കുന്ന പോലെ വായിച്ചു പോവുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളും പാരമ്പര്യങ്ങളും ഓരോന്ന് ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും സ്വന്തം ജീവിതത്തെ അതിൻ്റെ ആ ചട്ടക്കൂടിൽ ഒന്ന് വിശകലനം ചെയ്യാനും ഒക്കെ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശീലമാക്കണം. പ്രധാനപ്പെട്ട ഒരു 1-2 പടികളാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈഗോ ഡീഫ്ലേഷൻ, മദ്യാസക്ത രോഗത്തിന്റെ കാര്യത്തില് ഈഗോ, അഹന്ത, ഈ അഹന്ത മുന്നിട്ട് നിൽക്കുന്നത് പല തരത്തില്. ഒന്ന്, മാനസിക രോഗത്തിന്റെ ഒരു ഭാഗമായിട്ട് അഹന്ത മുന്നിട്ട് നിൽക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറയുന്ന രോഗമുണ്ട്. അതില് നമ്മൾ ഈ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മളൊരു കുറെ കൂട്ടുകാർ നമുക്കുണ്ട്. ആ കൂട്ടുകാരൊക്കെ മദ്യപിക്കുന്നവരാണ്. അവര് ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ഒരുമിച്ച് കൂടലിലുള്ള സന്തോഷം, ഈ പിയർ ഗ്രൂപ്പിന്റെ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ആ ജീവിതത്തിന്റെ ഒരു പ്രധാന പ്രേരണ ഘടകമാണ്, പ്രചോദനമാണ്. അപ്പൊ അതിൽ നമുക്ക് കിട്ടുന്ന ആ പ്രചോദനം നമുക്കൊരു ഈഗോ ആയിട്ട് മാറാറുണ്ട് പലപ്പോഴും. എനിക്കിപ്പോൾ ഇത്ര നല്ല കൂട്ടുകാരൊക്കെ ഉണ്ട്, ഞങ്ങൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്, അത് വലിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കിട്ടിയ പല വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ അത് വിട്ടുകളയാൻ ഒരാൾക്ക് സാധിക്കില്ല, ആ സന്തോഷം. അപ്പൊ അതിന്റെ പുറകെ പോകുമ്പോൾ ഒരു അഹന്ത, എനിക്കെന്തോ വലിയൊരു സംഗതിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരു മറ്റൊരു പടിയിലെ കൂടി എന്നേക്കാൾ വലിയ ഒരു ശക്തിയെ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ വാസ്തവത്തില് ആളെ ഒന്ന് ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. ആ അഹന്തയെ ഒന്ന് ചെറുതാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ ശക്തിയുടെ കീഴിലാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അവിടെ നമ്മൾ അഹന്ത ഒന്ന് ചെറുതാവുന്നുണ്ട്. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. ചില ആൾക്കാർ ഇപ്പൊ മാനിയ എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകും, ബൈപ്പോളർ ഡിസീസ് വന്ന മാനിയ ഉണ്ടാവും. അപ്പൊ ഈ പ്രത്യേകിച്ച് റിലാപ്സ് ആകുന്ന ആൾക്ക് ഈ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. റിലാപ്സ് ആകുമ്പോൾ ഒന്ന്, അയാൾക്ക് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെന്റൽ ഡിസീസ് ഉണ്ടെങ്കിൽ മാനിയയിൽ കൂടി പോയി അയാൾ ഭയങ്കര എന്തോ
കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. മൈക്ക് പറഞ്ഞോ ഓൺ ആണ്. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതോ പറഞ്ഞോളൂ ഡോക്ടർ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞോളൂ. ശരി. അപ്പൊ ഈ മാനിയ എന്ന് പറഞ്ഞ രോഗത്തിൽ അത് ഉന്മാദ ലക്ഷണങ്ങളാണ്. ഈ മാനിയ വരുമ്പോഴത്തേക്കും നമ്മൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല, നമുക്ക് തോന്നിയ വഴിയെ പോവും, തോന്നിയ വഴിയെ ചിന്തിക്കും, അങ്ങനത്തെ ഒരു സംഗതിയുണ്ട്. അപ്പൊ ഈ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെന്റൽ ഡിസീസ് വന്ന ഒരാൾക്ക് വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ചികിത്സ വേണം. മാത്രം പോരാ അവിടെ. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് രണ്ട് തരം ചികിത്സ. ഒന്ന് മദ്യാസക്ത രോഗത്തിന്റെ ചികിത്സ. ആ രോഗം ഒരു പ്രത്യേക എൻറ്റിറ്റിയാണ്, ബ്രെയിനിനെ ബാധിക്കുന്ന. ആ ആ അവസ്ഥയ്ക്ക് കുറച്ച് സമാധാനം ഉണ്ടാക്കാനായിട്ട് നല്ല ഉറക്കം, നല്ല ഭക്ഷണം, വ്യായാമം, ഇതൊക്കെ ശാരീരികമായിട്ട് അയാളുടെ ബ്രെയിനിനെ മെച്ചപ്പെടുത്തും. അതുകൂടാതെ നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ സപ്പോർട്ട്, ഇതെല്ലാം വളരെ നിർണായകമായിട്ടുള്ള സംഗതികളാണ്. ആ ചികിത്സയുടെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടും ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഒന്ന് ആ ഈഗോ, രണ്ട് ആ ഈഗോയുടെ പ്രൊജക്ഷൻ വരാനുള്ള അതിൻ്റെതായിട്ടുള്ള രോഗങ്ങൾ, ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ പടികൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സോബറായിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കുറച്ചെങ്കിലും ഈ പടികൾ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും നമ്മൾ സോബറാകണം. അപ്പോൾ അതിൽ 24 hour പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. വിട്ടുനിൽക്കുന്ന ആളുകളുടെ സാമീപ്യം വേണം, അവരുടെ വാക്കുകൾ നമുക്ക് വേണം, അവരുടെ അനുഭവങ്ങൾ വേണം. അപ്പോൾ അതിൽ കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഫൈനൽ കോമൺ പാത്വേ അതെന്ന് വെച്ചാൽ ലോകത്തിന്, നമ്മൾ ശരീരത്തിനും മനസ്സിനും പുറത്തേക്കുള്ള വഴി നമ്മുടെ തലച്ചോറാണ്. അത് തന്നെ ലോകത്തിലേക്കുള്ള വഴി, ലോകത്തിലേക്ക് തുറന്നിരിക്കുന്ന വഴി നമ്മളെ ബ്രെയിനാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള വഴിയും അത് തന്നെ നമ്മുടെ ബ്രെയിനാണ്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വിട്ടുനിൽക്കലിൽ കൂടി, അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കൽ എന്നുള്ള ചികിത്സയിൽ കൂടി, അത് പ്രോഗ്രാമിൽ വളരെ ശക്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അടിസ്ഥാന ചികിത്സാ പരിപാടിയാണത്. ആ വിട്ടുനിൽക്കലിൽ കൂടെ ബ്രെയിനിനെ റിക്കവറിയിലേക്ക് കൊണ്ടുവരുന്ന ആ പരിപാടി, അതിൽ കൂടി നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു സോബർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള വിഷാംശം കലർന്ന ഒരു സാധനം ശരീരത്തിൽ ചെന്നിട്ട് അത് മെല്ലെ മെല്ലെ അതിനെ പുറത്ത് നിർത്തി, അത് ഇല്ലാതെ നമ്മൾ സമാധാനവും ചിന്തിക്കാനും ശാന്തതയൊക്കെ വരുന്ന അവസ്ഥയ്ക്കാണ് സോബ്രൈറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. സോബ്രൈറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ മദ്യമൊന്നും ഉപയോഗിക്കാതെ, ലഹരി സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്ത ഒരാളുടെ കാര്യത്തിൽ അയാൾ സോബറെന്ന് നമ്മൾ പറയാറില്ല. സോബർന്ന് അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയാറില്ല. സോബർ എന്ന് പറയുന്നത് ഒരു ടോക്സിക് സാധനം ഉപയോഗിച്ച് അയാളുടെ ബോധത്തിന്, ചിന്തയ്ക്കും തകരാറ് പറ്റിയ ഒരാൾ സമാധാനത്തിലും ശാന്തതയിലേക്കും വരുന്ന അവസ്ഥയ്ക്കാണ് സോബർ എന്ന് പറയുന്നത്. പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, സാർ കേൾക്കുന്നുണ്ട്. ആരുടെ മൈക്ക് ഓൺ ആയതാണ്? ശരി. അപ്പൊ അതാണ്, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമുക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനം, ആൽക്കഹോളോ മറ്റ് ഏത് ലഹരി സാധനങ്ങളോ ഉപയോഗിക്കുന്ന അവസ്ഥയിൽ ബ്രെയിനിന് വരുന്ന കുഴപ്പങ്ങൾ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, അതായത് ചിന്തകൾ വഴിതെറ്റിപ്പോവുക, പിന്നെ പെട്ടെന്ന് മൂഡ് സ്റ്റെബിലൈസേഷൻ ഇല്ലാതിരിക്കുക, അതായത് നമ്മുടെ വൈകാരിക അവസ്ഥകൾക്ക് ഒരു സ്ഥിരത ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ സോബർ അല്ലാത്ത അവസ്ഥ.
വിഷാംശം ഉണ്ടെന്ന് ഞാൻ പറയുന്ന ടോക്സിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതാണ്. സോബർ അല്ലാത്ത അവസ്ഥ അതാണ്. അപ്പൊ നമ്മൾ സോബർ ആക്കുക എന്ന് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിന്ന് നമുക്ക് ശാന്തത കിട്ടുന്നതാണ് സോബറേറ്റ്. ഇപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പുതിയ വാക്കുകളും അതിന്റെ അർത്ഥവും അതൊക്കെ നമ്മൾ എത്ര ഭംഗിയായിട്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ അത് ചെയ്യണം എന്നൊക്കെ അത് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഞാനും അത് ചെയ്താലേ ഞാനും രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ആ രീതി. അപ്പൊ ഇത് നമുക്ക് ഫിസിക്കൽ മീറ്റിങ്ങിലും ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കിട്ടും. പക്ഷെ ഓൺലൈൻ മീറ്റിങ്ങിൽ അതിന് ഈ ലിറ്ററേച്ചറുകൾ നല്ലൊരു സഹായം ആയിരിക്കും. എയിൽ ഞങ്ങൾ ആരോടും അവരെന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. പകരം ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയുന്നു. ഞങ്ങളുടെ കൂടി എപ്രകാരമായിരുന്നുവെന്നും എങ്ങനെ നിർത്താൻ സാധിച്ചുവെന്നും മാത്രമാണ് സംസാരിക്കാറുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അപ്പോ കുടി അധികമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള രീതികളുണ്ട്, സ്വഭാവ രീതികളൊക്കെ ഉണ്ട്, ക്വസ്റ്റ്യനറുണ്ട്. ഇതൊക്കെ ഒരു മധ്യാസക്തൻ താൻ അറിയാതെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ 2 വ്യക്തിത്വങ്ങളുണ്ടെന്ന് പറയുന്നു. ഈ 2 വ്യക്തിത്വങ്ങൾ അയാളുടെ ഉള്ളിൽ കുടിയനല്ലാത്തൊരു മനുഷ്യനുണ്ട്. അപ്പൊ ആ മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അഥവാ ഇത്തിരി മദ്യം കഴിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഞാൻ രക്ഷപ്പെടണം. അപ്പൊ അതിനുവേണ്ടി അയാൾ എന്താ ചെയ്യും? ബ്രാൻഡുകൾ മാറി മാറി, അതൊന്ന് ശക്തി കുറഞ്ഞൊരു മദ്യം കഴിച്ചേക്കാം, കുഴപ്പമില്ലാതിരിക്കാം, അങ്ങനത്തെ ഒരു ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യനറി നമ്മൾ കേട്ടിട്ടുണ്ട്. കുടി അധികമാകാതിരിക്കാൻ വേണ്ടി ബിയർ, വൈൻ തുടങ്ങിയ വീര്യം കുറഞ്ഞ ഇനങ്ങൾ ഉപയോഗിച്ചു നോക്കി. കൂടാതെ ആഴ്ചയിൽ ഒരിക്കലാക്കി നോക്കി. എന്നാൽ എല്ലാ ഇനങ്ങളിലും ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് ഏത് കുടിച്ചാലും ഞങ്ങളുടെ കുടി നിയന്ത്രണത്തിന് അതീതമായി മാറി. കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാൻ എപ്പോഴെങ്കിലും രാവിലെ തന്നെ മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യനറാണ്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാനിതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനറിൽ കേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. കേജ് ടെസ്റ്റ്. ഈ കേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ചോദ്യങ്ങളാണ്. CAGE, ഈ 4 അക്ഷരങ്ങളിലും തുടങ്ങി ആ 4 ഉത്തരങ്ങൾ ശേഖരിച്ച് അതിൽ കൂടി ഈ കൗൺസിലറും ഡോക്ടറും വേണ്ടി വന്നാൽ രോഗിയുടെ ബന്ധുക്കൾക്ക് വരെ ഈ ക്വസ്റ്റ്യനറിൽ കൂടി രോഗിയുടെ രോഗാവസ്ഥയും രോഗ തീവ്രതയും മനസ്സിലാക്കാൻ പറ്റുന്ന സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു 4 ചോദ്യങ്ങൾ, 4 ക്വസ്റ്റ്യനറാണ്. അത് ഞാനിവിടെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അത് ആവശ്യമുള്ളവർക്ക് അത് ശ്രദ്ധിക്കാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അയാളുടെ ഉള്ളിലൊരു മനുഷ്യൻ, ഒരു രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനുഷ്യനുണ്ട്. ഈ രോഗം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു മനുഷ്യനുണ്ട്. അപ്പൊ ആ നല്ല മനുഷ്യൻ സത്യം എപ്പോഴും വളരെ വളച്ചുകെട്ടൊന്നുമില്ലാതെ നേരിട്ട് പറയും. മറ്റേ അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ ചിലപ്പോൾ നുണയും പറയും. അപ്പൊ ഈ നല്ലതിൻ്റെയും മോശപ്പെട്ടതിൻ്റെ ഇടയ്ക്കാണ് അയാൾ. അപ്പൊ അതിൽ കൂടി അയാൾ ഇങ്ങനെ സത്യം കണ്ടെത്തും എന്നുള്ളത് നമുക്ക് ഈ 4 ചോദ്യത്തിൽ കൂടി മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ മദ്യം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ടും മദ്യം നിർത്താൻ, മദ്യം ഉപേക്ഷിക്കാൻ, അല്ലെങ്കിൽ കട്ടിങ് ഷോർട്ട്, മദ്യം പൂർണ്ണമായിട്ട് നിർത്താൻ നിങ്ങൾ ആഗ്രഹമുണ്ടോ? ഒരു ചോദ്യമാണ്. അപ്പോൾ അയാളിലുള്ള നല്ല മനുഷ്യനുണ്ടല്ലോ, അയാൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, മരിക്കുന്നവരെ ആഗ്രഹിക്കുന്നത് അങ്ങനെ മദ്യം കഴിച്ച് ഒരു പ്രശ്നക്കാരനാകരുതെന്ന് തന്നെയാണ്. അപ്പൊ അയാൾ പറയും, യെസ്, എനിക്ക് മദ്യം നിർത്താൻ, പൂർണ്ണമായിട്ട് നിർത്തി രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അപ്പൊ കട്ടിങ് ഷോർട്ട് യെസ് ആയി മാറി. അപ്പൊ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത്, C എന്ന് പറഞ്ഞ അക്ഷരം നമ്മൾ മാർക്ക് ചെയ്ത്. രണ്ടാമത്തെ ഒരു ചോദ്യമാണ്,
ഏഹ് അയാളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഒരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. അയാൾക്ക് ആ ബോധ്യമുണ്ട് താനൊരു കുടുംബത്തിലാണെന്ന്. ആ കുടുംബത്തിൽ താൻ ചോദ്യം ചെയ്യപ്പെടുന്നു അയാൾക്കറിയാം. താൻ മദ്യം കഴിച്ചിട്ട് വന്നാല് ആ കുടുംബത്തിലുള്ള ആൾക്കാര് മനുഷ്യരാണെങ്കിൽ അവര് ആ മദ്യം കഴിക്കലിനെയും അപ്പോഴത്തെ ആ സ്വഭാവത്തെയൊക്കെ ചോദ്യം ചെയ്യും. അത് ഉറപ്പാ. അത് അയാൾക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അയാളോട് നമ്മൾ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ മദ്യം കഴിച്ച കാര്യം സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ആങ്കർ മദ്യാസക്ത ഒരാൾ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണത്, ഒരു കാര്യമാണത്. മദ്യം കഴിച്ചു എന്നുള്ളത് പറയണത്. അപ്പോ അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അയാളുടെ സ്വന്തം വീട്ടിൽ എപ്പോഴും ഭാര്യ ചോദിക്കും, നിങ്ങൾ ഇന്നും കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അമ്മ ചോദിക്കും, ഇന്നും നീ കഴിച്ചിട്ടുണ്ടോ? അപ്പോ അയാളത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അത് സത്യമാണ്. അപ്പൊ ഇവിടെ അയാൾ സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും, കാരണം അയാൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ മദ്യം കഴിച്ച കാര്യം സൂചിപ്പിച്ച് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അഗ്രസീവ് ആയിട്ടുണ്ടോ, ആക്രമണകാരിയായിട്ട് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അയാൾക്ക് നല്ല ഓർമ്മ വരും. അപ്പൊ അയാൾ പറയും, യെസ്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, അതാണ് അതിന്റെ കാര്യം. അപ്പൊ അത് രണ്ടാമത്തെ ഒരു അക്ഷരമാണ് എ, ആങ്കർ അല്ലെങ്കിൽ അഗ്രഷൻ. മൂന്നാമത്തെ ഇത്, ഒരു നല്ല മനുഷ്യന് എപ്പോഴും കുറ്റബോധം ഉണ്ടാവും തൻ്റെ തന്നെ മനസാക്ഷിയുടെ ഉള്ളില്. അപ്പോൾ അയാളോട് ചോദിക്കുന്ന ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ മദ്യം കഴിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? ഗിൽറ്റ്. അപ്പോൾ അയാൾ അതിനകത്ത് നല്ല ഉത്തരം തന്നെ പറയുന്നു, ശരിയാണ്, എനിക്ക് അങ്ങനെ കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്. ജി. നാലാമത്തെ ചോദ്യം അതിനിർണായകമായ ഒരു ചോദ്യമാണ്. അത് വാസ്തവത്തിൽ അയാളുടെ മാനസിക പ്രവർത്തനത്തിന്റെയും ശാരീരിക പ്രവർത്തനത്തിന്റെയും എൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മദ്യാസക്തിയിൽ ഉറപ്പിച്ച് കഴിഞ്ഞു അയാള്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്ന് തെളിയിക്കുന്ന ചോദ്യമാണ് നാലാമത്തേത്. ആ ചോദ്യം എന്താണെന്നറിയോ? ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. നാലാമത്തെ ചോദ്യം ഇതാണ്: എന്നെങ്കിലും കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് മദ്യം ബാക്കിയുണ്ടെങ്കിൽ അത് കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ രാവിലെ അത് ആവശ്യമുണ്ടെന്ന് കണ്ണ് തുറക്കുന്ന ഐ ഓപ്പണർ, കണ്ണ് തുറക്കുന്ന സമയത്ത് മദ്യം കിട്ടിയാൽ നന്നായിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അത് ഈ എന്ന് പറയും, ഈ കേജിന്റെ അവസാനത്തെ അക്ഷരമാണ് ഈ. അപ്പൊ ഇത് വളരെ അതിനിർണായകമായിട്ടുള്ള ഒരു രോഗലക്ഷണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഒന്ന്, ഈ മദ്യം അയാൾക്ക് ശാരീരിക അടിമത്തം ഉണ്ടാക്കിയെന്നുള്ളതിന് തെളിവാണ് ഈ ഐ ഓപ്പണർ. കാരണം ഒരു മനുഷ്യന് സാധാരണ രാവിലെ അയാൾക്ക് ജോലിയുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അയാൾ മറ്റുള്ളവർക്ക് അങ്ങനെ താൻ ഇങ്ങനെ മദ്യപാനിയാണെന്നുള്ള ഇൻഫർമേഷൻ ഒന്നും കൊടുക്കാൻ ആഗ്രഹിക്കും. അതിൻ്റെ സ്മെല്ലുണ്ടാവും. ചിലപ്പോൾ ജോലി സ്ഥലത്ത് ചെന്നാൽ അയാളെ സംശയദൃഷ്ടിയോട് നോക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയുന്നതും അയാൾ ആ ഒരു കാര്യം ഒഴിവാക്കും. രാവിലെയുള്ള മദ്യപാനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുക എന്നുള്ളത് അയാളുടെ ഒരു അടിസ്ഥാന തത്വമാണ്. പക്ഷെ അയാളുടെ ശരീരവും അയാളുടെ മനസ്സും പരാജയപ്പെട്ടാൽ അയാൾക്ക് നിലനിർത്താൻ പറ്റില്ല. രാവിലെ കുടിച്ചു പോവുക തന്നെ ചെയ്യും. രാവിലെ കുടിച്ച് അയാൾ ഓഫീസിൽ ചെല്ലും, അത് ഉറപ്പാണ്. അപ്പോൾ അത് അവസാനത്തെ ഒരു സംഗതിയാണ്. ശാരീരികമായ അടിമയായി, മാനസികമായ അടിമയായി, അതിൻ്റെ ഉറപ്പാണത്. അപ്പൊ എത്ര ലളിതമാണ് ഈ ചോദ്യം, 4 ചോദ്യം. ആ 4 ചോദ്യത്തിലുള്ള രോഗാവസ്ഥ എത്രമാത്രം കഠിനമാണെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ കഠിനമാണെങ്കിൽ അയാള് ചികിത്സിക്കാതിരുന്നിട്ട് കാര്യമില്ല, ചികിത്സിക്കണം, അപ്പൊ തന്നെ ചികിത്സിക്കണം അയാളെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു ഏകാരൻ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നു. ഇത് ശരിക്കും
അലനോണിലുള്ളവർ വളരെ നല്ല രീതിയിൽ ഈ ഇത് മനസ്സിലാക്കണം. ഈ കേജ് ടെസ്റ്റ്, കാരണം ഈ കേജ് ടെസ്റ്റ് ചോദ്യം ഇത് ഇതിലുള്ള പ്രോഗ്രാമിലുള്ളതൊന്നുമല്ല. ഇതൊരു മെഡിക്കൽ ക്വസ്റ്റ്യനറാണ്. മെഡിക്കൽ ക്വസ്റ്റ്യൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്നൊരു ഇതാണ്. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി അത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഒരു രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ പിന്നെ എന്താണ്, ചികിത്സയാണ് വേണ്ടത്. ചികിത്സ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഏല ചില സംഗതികൾ, ചില പടികളൊക്കെ ഈ മാനസാന്തരത്തിന് ഉതകുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം, നിങ്ങൾ ഒന്നാമത്തെ പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ സറണ്ടർ ചെയ്യാൻ പറയുന്ന കാര്യം. ഇപ്പോൾ നാലാമത്തെ പടിയിൽ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അയാളുടെ പ്രവൃത്തിയുടെ കാര്യങ്ങളും സത്യസന്ധതയെക്കുറിച്ചും ഒക്കെ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മദ്യാസക്തന് 2 സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. എന്തിനാണ് ഈ അതിസൂക്ഷ്മത എന്നുള്ള വാക്ക് ചേർക്കണേ? അതിസൂക്ഷ്മത. മദ്യാസക്തൻ മിക്കപ്പോഴും സൂക്ഷ്മത തന്നെ ഇല്ലാത്ത ആളാണ്. ആ സൂക്ഷ്മത ഇല്ലാത്ത ഒരാൾക്ക് സൂക്ഷ്മതയെക്കുറിച്ച് ശക്തമായിട്ട് ബോധ്യപ്പെടുത്താനാണ് പറയണത് അതിസൂക്ഷ്മത. എന്താണ് ഈ അതിസൂക്ഷ്മത വേണ്ട കാര്യം എന്ന് പിന്നെ അടുത്ത ആലോചനയിൽ അതിസൂക്ഷ്മത ഇല്ലാത്ത കാര്യങ്ങളാണ് ഭൂരിഭാഗവും ഓരോ ദിവസത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിസൂക്ഷ്മത വേണ്ടത്? അതിസൂക്ഷ്മത എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചില്ലെന്ന് പറയുന്നതും, ആ മദ്യത്തിന്റെ ഉള്ളില് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതും, അതെല്ലാം അതിസൂക്ഷ്മതയില്ലാത്ത ഒരു കാര്യങ്ങളാണ്, സൂക്ഷ്മതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ നുണ പറഞ്ഞിരിക്കും. നുണ പറഞ്ഞാൽ അതുപോലെ സൂക്ഷ്മതയില്ലാതെ സ്വഭാവം വരുമ്പോഴും നമ്മൾ എന്താണ്, നമുക്ക് അതിൻ്റെ പുറകെ വരുന്നത് ഭയമാണ്. അപ്പോൾ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധമുണ്ട്. ഒരാൾ സത്യസന്ധനാണ്, അയാൾ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അയാൾ മദ്യം കഴിക്കാതെ 24 മണിക്കൂർ പ്രോഗ്രാം സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അതിസൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥയിൽ അയാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭയം വരുമ്പോഴാണ് നമ്മൾ ഈ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്നൊക്കെ പറയും. അഭിനയത്തിന്റെ കൂടെയുള്ള ഒരു ജീവിത രീതി, നുണ പറയല്, ഇതൊക്കെ ഉണ്ടാവും. അതിനോടനുബന്ധിച്ചുള്ള ഭയം, ഇതൊക്കെ അതിനെ പിന്തുടർന്ന് വരുന്നതാണ്. അപ്പൊ ഈ 4ാമത്തെ പടി ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നല്ല മനോഹരമായിട്ടാണ് പറഞ്ഞത്. അതിസൂക്ഷ്മതയോടെയും ഭയം കൂടാതെയും ഞങ്ങളെ ധാർമ്മിക അവസ്ഥയെ വിലയിരുത്തി. ഈ ധാർമ്മിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപദ്രവമില്ലാതിരിക്കാനുള്ള ഒരു അവസ്ഥയാണ് ധാർമ്മികമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ധാർമ്മികത എന്നൊക്കെ പറഞ്ഞാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഉള്ളൊരു ഇതാണ് ധാർമ്മികത. അപ്പോൾ എത്ര നല്ല ഭംഗിയായിട്ടാണ് അത് കുറേ അധികം ചിന്തിക്കാനുണ്ട് അതിലൊക്കെ. അത് വാസ്തവത്തിൽ 24 മണിക്കൂർ പ്രോഗ്രാം സ്വീകരിച്ച് ബ്രെയിനൊരു പണി കൊടുക്കുകയാണ്. നല്ല രീതിയിലേക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു പണിയാണ് അത് കൊടുക്കണേ ഈ പടിയിൽ. പിന്നെ 5ാമത്തെ പടി നോക്കുക. 5ാമത്തെ പടിയിൽ നമ്മൾ 3 കാര്യങ്ങളായിട്ടുള്ള നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളും, ആ ബന്ധങ്ങൾ ഇല്ലാതാകുന്ന ഒരു മദ്യാസക്തൻ അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കേണ്ടതും. ബന്ധങ്ങൾ ഇല്ലാതാകുന്നതാണ് മദ്യാസക്ത രോഗം. വാസ്തവത്തിൽ ഈ ബന്ധം എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ചും അതിൻ്റെ വിശാലമായ അർത്ഥത്തെക്കുറിച്ചും ഈ മദ്യാസക്ത രോഗത്തിന്റെ പ്രത്യേക അവസ്ഥയിൽ എപ്പോഴും അത് വിലയിരുത്തേണ്ട കാര്യമാണ്. എന്താണ് ഈ ബന്ധം എന്ന് പറഞ്ഞാൽ സംഗതി? ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ, ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ. ഇത് 3ഉമായിട്ടും ബന്ധം ഉണ്ടാക്കുന്നുണ്ട്.
അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അത് ജീവനുള്ളതും ജീവനില്ലാത്തതായിട്ടുള്ള എല്ലാ വസ്തുക്കളുമായിട്ടും ആളുകൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, അതാണ് നമ്മുടെ ലോകം. അതുമായിട്ടൊരു ബന്ധമുണ്ട്. അതുമായിട്ട് ഒരു ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധത്തില് ആ ബന്ധത്തിന്റെ പേരാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ബന്ധം, ബോധം ഒന്ന് തന്നെയാണ്. എന്താണ് ബോധം എന്ന് പറയാം? ഒരാള് അയാളെ കുറിച്ചുള്ള ധാരണയുണ്ട്, അയാളുടെ ചുറ്റുപാടും എന്താ നടക്കുന്നതിനെ കുറിച്ചുള്ള ധാരണയുണ്ട്, ആ സമയം അറിയാം അയാൾക്ക്, ആ വർഷം, ആ സമയം, ആ സിറ്റുവേഷൻ അയാൾക്ക് നല്ല ധാരണയുണ്ട്, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ പേഴ്സൺ, പ്ലേസ് ആൻഡ് തിങ്സ്, വസ്തുക്കൾ, സ്ഥലങ്ങൾ, സമയം ഒക്കെ ഇതിൽ ബന്ധത്തിൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ധാരണയ്ക്കാണ് നമ്മൾ ബോധം എന്ന് പറയണത്. വാസ്തവത്തിൽ ഇവിടെ എന്തായി മാറി? ബോധം എന്നുള്ളൊരു ബന്ധമായി മാറി. മധ്യാസക്ത രോഗം തലച്ചോറിൽ കേടുവരുത്തിയിട്ട് ആദ്യം ചെയ്യുന്ന പണി തന്നെ ഈ ബോധമില്ലായ്മ തന്നെയാണ്. ബോധമില്ലായ്മ വന്നു കഴിഞ്ഞാൽ ബന്ധം ഇല്ലാതാവും, ബന്ധം ഇല്ലാതായി കഴിഞ്ഞാൽ ബോധവും ഇല്ലാതാവും. അപ്പൊ അങ്ങനത്തെ ഒരു പരസ്പര ധാരണയുണ്ട്. ബന്ധവും ബോധവും തമ്മിൽ വളരെ വളരെ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതില് ഇപ്പോ ഈ 5ാമത്തെ പടിയിൽ ഈ ഒരു അറിവ് മധ്യാസക്തന് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് അയാൾക്ക് ആദ്യം വേണ്ട ബന്ധം എന്താണ്? അയാളോടുള്ള ബന്ധമാണ്, അയാളെക്കുറിച്ചുള്ള ബന്ധം, അയാളുടെ ശരീരവും അയാളുടെ മനസ്സും അയാളുടെ ചിന്തകളും അതൊക്കെ ആയിട്ട് ഉള്ള റിലേഷൻഷിപ്പ്. അതാണ് അയാൾക്ക് വേണ്ടത്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അയാൾ ഒരു മാനസിക രോഗിയാകുന്നതും മദ്യാസക്ത രോഗിയാകുന്നതും ഒക്കെ തന്നെ ആ ബന്ധം നശിക്കുന്ന സമയത്താണ്, ബന്ധമില്ലാതാകുമ്പോൾ. അപ്പൊ അയാള് ഈ എയുടെ പ്രോഗ്രാം സ്വീകരിച്ച് 24 മണിക്കൂർ പ്രോഗ്രാം സ്വീകരിച്ചാൽ അയാൾ ഇതിലേക്ക് തിരിച്ചു വരുവാണ്, അയാളുടെ ബന്ധത്തിലേക്ക്, അയാളുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, മറ്റു ആളുകളും സ്ഥലങ്ങളും വസ്തുക്കളുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ചുരുക്കത്തിൽ അയാളുടെ ബോധത്തിന്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതിലെ 5ാമത്തെ പടിയിൽ പറയുന്നു, അയാൾക്ക് അയാളുമായിട്ടൊരു ബന്ധം അത് മെച്ചപ്പെടുത്തി. രണ്ടാമത് അയാൾ മനസ്സിലാക്കുന്ന ദൈവവും എന്താണ് വാസ്തവത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തത്. ഈ ദൈവം എന്നൊക്കെ പറയുന്നത് സത്യം, നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയൊക്കെയാണ്. സത്യം, കരുണ, നന്മ, ഇതൊക്കെയാണ് ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന് നമുക്ക് തരുന്ന ഗുണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള നല്ല വികാരങ്ങൾ, നല്ല സ്വഭാവങ്ങൾ അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ദൈവം അത് ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു കൂട്ടം നന്മകൾ അടങ്ങിയ എൻ്റെ ബന്ധം, അത് എനിക്ക് വേണം. മൂന്നാമത്, എനിക്ക് ലോകവുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് തെളിയിക്കണം. അതിന് തെളിയിക്കണ ആരിൽ കൂടിയാണ്? അതൊരു സുഹൃത്തിൽ കൂടിയേ തെളിയിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യനെങ്കിലും അയാൾക്കൊരു സൗഹൃദം വേണം, ഒരു സുഹൃത്ത് വേണം. അപ്പം 3 കാര്യങ്ങൾ അയാൾക്ക് മാനസാന്തരം ഉണ്ടാക്കും. ഏതൊക്കെയാണ്? അയാളുമായിട്ടുള്ള ബന്ധം, അയാൾ മനസ്സിലാക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ നന്മകൾ, അയാൾ സ്നേഹം എന്താണെന്ന്, ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് മറ്റൊരാളുടെ കൂടിയാണ്. അയാളുടെ അനുഭവങ്ങളും അയാളും ഒക്കെ കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് അയാൾക്കൊരു സുഹൃത്തുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ 5ാമത്തെ പടി അത് എത്രമാത്രം വിലപ്പെട്ട ഒരു സംഗതിയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാ പടികളെ പറ്റിയും പറയുന്നില്ല, വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് പടികളെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നത് എന്നാണ്. 8ാമത്തെ പടിയിൽ പറയുന്നുണ്ടല്ലോ. 8ാമത്തെ പടി ഒഴിവാക്കാൻ പറ്റാത്ത, വളരെ ഒരാളുടെ സ്വഭാവത്തെയും മാനസാന്തരത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പടിയാണ് 8ാമത്തെ പടി.
ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു പട്ടിക തയ്യാറാക്കി അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ തയ്യാറായി. അത് ഭയങ്കരമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു മദ്യാസക്തൻ, അല്ലെങ്കിൽ ഒരു ലഹരിക്ക് അടിപ്പെട്ട ഒരാള്. ഇന്നിപ്പോ ലോകത്തിൽ മുഴുവനും കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. മദ്യവും മറ്റു ലഹരി വസ്തുക്കളും സമം കുറ്റകൃത്യങ്ങൾ എന്നാണ് WHO ഓഫീസിൽ അവർ എഴുതി വെച്ചേക്കണത്. അതാണ് മദ്യം മറ്റു ലഹരി വസ്തുക്കൾ സമം കുറ്റകൃത്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ആയുസ് മുഴുവൻ ഇങ്ങനെ കുറ്റബോധത്തിലും അതുപോലെ അതുണ്ടാക്കുന്ന ആ വെറുപ്പിലും സ്നേഹമില്ലായ്മയിലും ജീവിക്കേണ്ട ആൾക്കാരല്ല. നമ്മൾ മനുഷ്യരാണ്. എനിക്കിപ്പോ ഈയിടെ കൂടുതൽ കുറെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് നായകളെ കൊണ്ടുള്ള കുറെ ചിത്രങ്ങളും നായകളോട് കാണിക്കുന്ന ആ സ്നേഹവും പരിചരണവും ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ മറ്റൊന്നുമല്ല, ഈ കാലഘട്ടത്തിൽ നമ്മൾ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്തൊരു സ്നേഹം, നമ്മൾ പ്രോഗ്രാം തന്നെ വ്യവസ്ഥകളില്ലാത്ത ഒരു സ്നേഹം കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത് ഒരു സംഗതിയാണ്. അതാ പറയുന്നത്. അതാണ് നമ്മൾ ഷെയറിങ്, അതാണ് അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും. അപ്പൊ നമ്മള് ഈ പടികൾ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോ നമുക്കറിയാം, ചിലപ്പോ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഇവരൊക്കെ ആ ലിസ്റ്റിൽ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ അച്ഛനും അമ്മയായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ്, അല്ലെങ്കിൽ അളിയന്മാരായിരിക്കും ലിസ്റ്റിൽ ആദ്യം വരുന്നത്. അവരൊക്കെ ആയിട്ട് ഒരു കൊല്ലാക്കൊല നടക്കേണ്ട സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ പലപ്പോഴും ആക്രമണ സ്വഭാവങ്ങളൊക്കെ അനേകം ഉണ്ടായിട്ടുണ്ടാവും. പ്രോപ്പർട്ടി ലോസ് ഉണ്ടായിട്ടുണ്ടാവും. അവർക്ക് വസ്തുവകളൊക്കെ നശിച്ചിട്ടുണ്ടാവും. വീടിന് തീ വെച്ചിട്ടുണ്ടാവും. കടാരി കാണിച്ചിട്ടുണ്ടാവും. എത്രയോ ആൾക്കാരെ എനിക്കറിയാം, എത്രയോ. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പരിഹാരം ചെയ്തു. വാസ്തവത്തിൽ 2 വാക്ക് പറഞ്ഞ് ആ പരിഹാരത്തിന് ശ്രമിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, അയാളൊരു മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് തെറ്റുപറ്റി എന്ന് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് 2 വാക്ക് പറയുമ്പോൾ തന്നെ ആ വാക്ക് സ്വീകരിക്കുന്ന ആൾക്കും മാപ്പ് ചോദിക്കുന്ന ആൾക്കും മാനസാന്തരം ഉണ്ടാവും. ഇതൊക്കെ വന്ന ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാകണം. മാനസാന്തരം ഉണ്ടാകാതെ ഒന്നും റിക്കവറി ഉണ്ടായിട്ട് കാര്യമില്ല. മാനസാന്തരം ഇല്ലാത്ത റിക്കവറി എന്ത് റിക്കവറിയാ? അയാൾ ഇപ്പോഴും പഴയ ആളായിട്ട് നടക്കുമല്ലേ? അപ്പൊ മാനസാന്തരം വേണത്. വേറെ ഒരു ചികിത്സയിൽ ഈ ട്രീറ്റ്മെന്റ് പ്രോഗ്രാമിലല്ലാതെ ഇപ്പൊ ഈ ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ആ മനസ്സിന്റെ ആത്മീയതയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് വാസ്തവത്തിൽ മദ്യാസക്ത രോഗവും മറ്റു ലഹരി രോഗങ്ങളും ആത്മീയ രോഗമാണെന്ന് പറയണേ. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഡിസീസ്. അത് വളരെ കറക്റ്റാണ്. ഈ സ്പിരിച്വൽ ഡിസീസിനെ പറ്റി വളരെ ഔന്നത്യത്തിൽ എത്തിയ പല മഹാരഥന്മാര്, ഭയങ്കര എന്താ പറയണ, ഈ ഫിലോസഫീസ്, ദാർശനികര്, വലിയ ആൾക്കാർ, അവര് മനുഷ്യ സ്നേഹികള്, അവരൊക്കെ പറഞ്ഞേക്കണ സംഗതി എന്താണെന്നറിയോ? അവരൊക്കെ പറഞ്ഞേക്കണെന്ന് വെച്ചാല്, ഒരു മനുഷ്യനായ ജീവിക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനമായിട്ടും നമുക്ക് നമ്മളെപ്പറ്റി, നിലനിൽപ്പിനെ പറ്റി, ജീവിതത്തെ പറ്റി ഉള്ള നമ്മുടെ അടിസ്ഥാന ചിന്തകൾ, ഉറച്ച മനസ്സായിരിക്കണം. അതിൽ കൂടി ഉറച്ച് വന്നൊരു മനസ്സായിരിക്കണം നമുക്ക് വേണ്ടത്. അതിൽ നമ്മുടെ അതിജീവനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അതിജീവനം എന്നുള്ള വാക്ക് സർവൈവൽ, ഈ സർവൈവലിൽ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല, നമ്മൾ ആപത്ത് സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ആപത്ത് നിറഞ്ഞ ജീവിതമാണ് അത്.
അപ്പോൾ വാസ്തവത്തിൽ ഈ ജീവിതത്തിന്റെ മീനിങ് തന്നെ പറയുമ്പോഴത്തേക്കും അത് ഈ ഈ- ഈ- നമുക്ക് ചുറ്റുപാടും ഉള്ള സംഗതികളൊന്നും നമ്മൾ ജീവിക്കാൻ അനുവദിക്കാത്ത ചുറ്റുപാടുകളാണ്. ഇപ്പോൾ ഉയർന്ന താപമുള്ള കാലാവസ്ഥകൾ, അല്ലെങ്കിൽ ചൂട്, തണുപ്പ്, അതുപോലെ പ്രളയം, ഭൂമി കുലുക്കം, യുദ്ധങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഇതൊക്കെ അതുപോലെ നിങ്ങൾ നോക്കുക, നിങ്ങളൊരു മുറിയിൽ നിങ്ങൾ താമസിക്കുന്നു. നിങ്ങൾ ആ മുറിയിൽ താമസിക്കും തോറും നിങ്ങൾ നോക്കുക, അവിടെ പൊടികൾ അടിഞ്ഞുകൂടുന്നു. അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ ആ മുറി നിങ്ങൾക്ക് ക്രമരഹിതമായിട്ട് തോന്നും, ക്രമമില്ലാത്തതായിട്ട് തോന്നും. അപ്പൊ ഈ ക്രമമില്ലായ്മ ജീവിതത്തിൽ നിരന്തരം വരുന്നൊരു സംഗതിയാണ്. ക്രമമില്ലായ്മ സമയം കഴിയുന്തോറും ക്രമമില്ലാത്തൊരു അവസ്ഥ. ഈ ക്രമമില്ലായ്മയെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങള്, നമ്മുടെ തലച്ചോറ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ കൂടി ക്രമം ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. ഈ കയോസ് എന്നൊക്കെ പറയും. കയോസ് എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച, അതായത് ഭയങ്കരമായിട്ടുള്ള ക്രമമില്ലാതെ ഇളകി മറിയുന്ന ഒരു ഇതിനാണ് കയോസ് എന്ന് പറയുന്നത്. ഒരു ക്രമവും ഇല്ല, ചെതറി എല്ലാം ക്രമമില്ലാത്ത രീതിയിലാണ്. അപ്പൊ ഈ ശരീരം എന്താ ചെയ്യുന്നത്? ശരീരം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മുടെ അതിജീവനം, അതിനുള്ള ബുദ്ധി നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്, ശരീരത്തിന് റിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ രക്തചംക്രമണം, രക്തത്തിന്റെ ഓട്ടം, ശുദ്ധവായു നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ശരീരം പ്രവർത്തിക്കുന്നു. അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നു, എനർജി എത്തിക്കാൻ ശ്രമിക്കുന്നു, ഭക്ഷണത്തിൽ കൂടി എനർജി എത്തി. ഇതൊക്കെ ശരീരം ചെയ്യുന്ന പരിപാടിയാണ്. ശരീരം ജീവിക്കാൻ വേണ്ടി ശരീരം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ക്രമം ഉള്ള പരിപാടികളാണ്. എന്താ ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം? ഒരാൾ മദ്യം, മറ്റു ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ക്രമത്തിന്റെ ഉള്ളിലേക്ക് അയാൾ ഇടപെടുകയാണ് ചെയ്യുന്നത്. അവിടെ ക്രമം ഇല്ലാതാക്കുവാണ് അയാൾ ചെയ്യുന്നത്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ബ്രെയിനാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, അകത്തേക്കും പുറത്തേക്കുള്ള വഴി. ആ വഴിയെ തടഞ്ഞിട്ട് എന്ത് പണിയാ ചെയ്യുന്ന ഇയാള്? അപ്പോൾ ക്രമം ഇല്ലായ്മ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവര് പറയുന്നു, നമ്മുടെ അതിജീവനത്തിന് നമ്മൾ ക്രമം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കണം ശരീരത്തിന്. അതിനാണ് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഉറക്കം വേണം, നല്ല വിശ്രമം വേണം, ഉപദ്രവിക്കാതിരിക്കണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണം, ഹൈ റിസ്ക്, ആപൽ സാധ്യതയുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കണം, അതിനെപ്പറ്റി തിരിച്ചറിവുണ്ടായിരിക്കണം. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് സർവൈവൽ ഉണ്ടാകുന്നതും അതിജീവനം ഉണ്ടാകുന്നതും നമ്മൾ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പം പരിക്ക് പറ്റിയൊരു മദ്യാസക്തന് എത്രമാത്രം വിശ്രമം വേണം, എത്രമാത്രം നല്ല പോഷകമുള്ള ഭക്ഷണം വേണം, എത്രമാത്രം അയാൾക്ക് ശരീരത്തിലേക്ക് ഓക്സിജനും അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസും വൈറ്റമിൻസും ഒക്കെ അയാളുടെ ശരീരത്തിന് വേണം. റിക്കവറി എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതിൽ അയാൾക്ക് മാനസാന്തരം വന്നു കഴിഞ്ഞ് അയാൾ അതിജീവനം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ, റിക്കവറി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഓർഡർ, ക്രമം ഉണ്ടാക്കൽ. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, ഇങ്ങനെ അതിജീവനം, സംരക്ഷണം ഒക്കെ തന്നെ. പിന്നെ മനുഷ്യനാവുക, ഹ്യൂമൻനെസ് എന്ന് പറയും. ഹ്യൂമൻനെസ് ഇത് നടപ്പിലാക്കുന്ന പരിപാടിയാണ്. നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹ്യൂമൻനെസ്. ഈ വലിയ തത്വചിന്തകരൊക്കെ പറയുന്ന പരിപാടിയാണ് ഹ്യൂമൻനെസ്. അത് 12 പടികളിലും 12 പാരമ്പര്യങ്ങളിലും ഉണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഹ്യൂമൻനെസ്, മനുഷ്യത്വം. അതാണ് ആത്മീയത. അതെന്താ പറയുന്നത്? പരസ്പരം. ആ വാക്ക് മറന്നു പോകാൻ പാടില്ല. പരസ്പരം. നമ്മൾ പരസ്പരമാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്.
പരസ്പരമാണ് നമ്മളെ ജ്ഞാനം പങ്കുവെക്കുന്നത്. പരസ്പരം ആണ് നമ്മൾ റിക്കവറിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻനെസ് എന്ന് പറഞ്ഞാൽ അതിന് ഉള്ളിൽ എന്തൊക്കെയുണ്ട്? മനുഷ്യന്റെ ജനിതകമുണ്ട്, ജനിതക പാരമ്പര്യം, ജനിതക സ്വഭാവങ്ങളുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യക്കുട്ടിയെ പോലെ എന്തൊക്കെ സ്വഭാവമുണ്ടോ അതാണ് വളർന്നു വന്നിട്ട് നമുക്ക് മനുഷ്യത്വം ഉണ്ടാക്കുന്നത്. ഒരു നായക്കുട്ടി എങ്ങനെയാണോ അത് വളർന്ന് നായയായിട്ട് നായയുടെ സ്വഭാവം വരുന്നു. അപ്പൊ അവിടെ എന്താണ്? ജനിതകം. ആ ജനിതകമാണ് അവിടെ ക്രമം ഉണ്ടാക്കുന്നതും ആ രീതിയിൽ ആ സ്പീഷീസ്, ആ വർഗത്തിന്റെ സ്വഭാവം ഉണ്ടാക്കുന്നതും. നമുക്ക് നല്ല കരുണ, സ്നേഹം ഒക്കെ ചെറുതിലേ മുതൽ അനുഭവിക്കാൻ കിട്ടുന്നുണ്ട്. കാരണം ഒരു ചെറിയ കുട്ടിയെ നോക്കുക, ആ കുട്ടി ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചില അമ്മമാർക്ക് മാനസിക രോഗം വരാറുണ്ട് പ്രസവം കഴിഞ്ഞ ഉടനെ. ആ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ജീവൻ ഇല്ലാതെയായി പോകുന്ന രീതിയിലേക്കാണ് അത് പോകുന്നത്. അതിന് മുലപ്പാൽ കിട്ടുന്നില്ല, പോഷകം കിട്ടുന്നില്ല, അതിന് അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല, കരസ്പർശം കിട്ടുന്നില്ല, കെയർ കിട്ടുന്നില്ല. ഒരു മനുഷ്യക്കുട്ടിക്ക് എത്രയോ വർഷങ്ങളുടെ കെയർ കിട്ടിയിട്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും. ഇതൊക്കെ ഒരു മദ്യാസക്തന് അതെല്ലാം നഷ്ടപ്പെടും. അയാൾ 15 വയസ്സിൽ കൂടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് മനുഷ്യത്വം ബാക്കിയുണ്ടാവും? നിങ്ങൾ നോക്കുക, അവൻ്റെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള അവസ്ഥകൾ എത്രയും നേരത്തെ അവൻ കുടിച്ചു തുടങ്ങുന്നോ അത്രയും എല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല, അത്രയും നേരത്തെ മരണവും വരുന്നുള്ള ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, കൂടെ 10-15 വയസ്സുള്ളപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ എത്ര പേര് ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ട്? നമുക്ക് യഥാർത്ഥത്തിൽ അവരുടെ പേരുകളും അവരെ പറ്റിയുള്ള അന്വേഷണം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പല ആളുകളും ജീവിച്ചിരിപ്പില്ല. അപ്പൊ നമ്മളെ ഈ പ്രോഗ്രാം വളരെയധികം നമ്മളെ മനുഷ്യത്വത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ലളിതമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അതിന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയും. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ സാംക്രമിക ഇതര രോഗം, പകർച്ചവ്യാധി അല്ലാത്ത രോഗം. ഈ പകർച്ചവ്യാധി അല്ലാത്ത ഏതൊരു രോഗത്തിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ജനിതകം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ മദ്യാസക്ത രോഗത്തിന് ജനിതകമുണ്ട്, 50% ജനിതകമുണ്ട്, 50% ചുറ്റുപാടുമുണ്ട്. അപ്പോൾ ഈ ചുറ്റുപാടും ജനിതകമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ രോഗങ്ങൾ ഒരു പ്രത്യേക സ്റ്റൈലില്, പ്രത്യേക രീതിയിൽ അത് വളർന്ന് വരും. അപ്പൊ ഇതിനുള്ള ചികിത്സ എന്താണ്? ചുറ്റുപാടിനെ അതിനെപ്പറ്റി ധാരണ ഉണ്ടാകുക, ചുറ്റുപാടിനെ മാറ്റുക. മാറ്റം എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. എംബ്രേസ് ചേഞ്ച്. മാറ്റത്തെ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. മാറ്റത്തെ വളരെ ശക്തമായി മുറുകെ പിടിക്കുക. എംബ്രേസ് ചേഞ്ച്. അതുപോലെ തന്നെ സ്നേഹം ആണ് വളർച്ച ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. അതിന് കാരണമുണ്ട് കേട്ടോ. സ്നേഹം ആണ് നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു അടിത്തറ. സ്നേഹം തന്നെയാണ് ഇതിൻ്റെ ഏറെ കാര്യത്തിലും. അത് നമ്മുടെ ഡോക്ടർ ബോബ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ കൺവെൻഷനൊക്കെ വരുമ്പോൾ ആളുകളുടെ എണ്ണമൊക്കെ കൂടി അവിടെയുള്ളവരൊക്കെ അവർ കുടിക്കുന്നില്ല, എന്നിട്ടും അവർ കുടിച്ചു കാണുന്ന കാലത്തേക്കാൾ സന്തോഷമുള്ളവരും, ചിരിക്കുന്ന മുഖം, അവർ കെട്ടിപ്പിടിക്കുന്നു, അവർ ആനന്ദം അനുഭവിക്കുന്നു, അവർ സ്നേഹിക്കുന്നു. അപ്പോൾ ഡോക്ടർ ബോബ് പറഞ്ഞ 2 വാക്കുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഗോട്ട് എ ത്രിൽ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ല്, ഒരു സന്തോഷം എന്നെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ചോദിച്ചാൽ സ്നേഹമാണ്. സ്നേഹം, ഒരു ഉപാധിയില്ലാത്ത ഒരു സ്നേഹം. ആ സ്നേഹമാണ് അത്.
പിന്നെ രണ്ടാമത്തെ സംഗതി, നമ്മൾ സേവകർ കൂടിയാണ്. നമ്മൾ സേവകരെന്ന് പറഞ്ഞാൽ എന്താണ് സേവനം എന്ന് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്, ഉപദ്രവിക്കാതിരിക്കുക, സഹായിക്കുക, അതാണ് സേവനം. അപ്പൊ ഈ രണ്ട് വാക്കുകൾ ഡോക്ടർ ബോബ് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിൽ അറിവ് കൊടുക്കുക, സ്വഭാവത്തെ മാറ്റാനായിട്ട് നമ്മൾ പരിശീലനം, സ്വന്തം അനുഭവത്തിൽ കൂടി പരിശീലനം കൊടുക്കുക, ഇതെല്ലാം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ കൂടി ഓരോ ആൾക്കാരും, ഇന്നിപ്പോൾ കുറച്ച് സമയം വൈകിപ്പോയി എങ്കിലും ഞാൻ ഇതിലധികം ലളിതമായിട്ട് ഈ കാര്യം വിശദീകരിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ പരാജയങ്ങളും അതിൻ്റെ ഗൗരവം എന്താന്ന് വെച്ചാൽ അത് ജീവിതവും മരണത്തിൻ്റെ ഇടയ്ക്കുള്ള ഭയങ്കര സംഭവമാണ്. ജീവിതം ഒരാൾക്ക് മാത്രമല്ല, മധ്യസ്ഥത്തിന് മാത്രമല്ല, അയാൾ കൂടെ ജീവിക്കുന്നവരുടെ ജീവിതവും അവരുടെ മരണവും അവരുടെ യാതനകളും, ഇത് രണ്ടു കൂട്ടരാണ് അതിൽ ബന്ധപ്പെടുന്ന. അയാൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, അയാൾ മറന്നുപോകുന്നു. അയാൾ എപ്പോഴും അയാളുടെ കാര്യം ഓർക്കുന്നു. അയാളുടെ സ്നേഹത്തിനും അയാളുടെ പ്രവർത്തനത്തിനും ജീവിതത്തിനും വിലയുണ്ടാക്കുന്നത് ആരാണ്? അയാളുടെ കൂടെ ജീവിക്കുന്ന അയാളുടെ കുടുംബാംഗങ്ങളാണ്, ഫാമിലി, അല്ലെങ്കിൽ അയാളുടെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത് ഇത്രയും വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്ന, മാനസാന്തരം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്രയും ലളിതമായിട്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ അധികം ഒന്നും ആലോചിക്കാനില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ സാർ, താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, ഡോക്ടർ സാറിന് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ സാറ് കുറച്ച് നേരം ലൈനിലുണ്ട്, നമുക്കൊരു സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കടാ സാറേ. എൻ്റെ പേര് ഷിബു, ഞാൻ ആൾക്കൊള്ളിക്കാണ്. സാറ് സോബറേറ്റിയും സാനിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. സോബ്രൈറ്റി ഞാൻ പറഞ്ഞല്ലോ. സോബ്രൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരു ലഹരി വസ്തു ഉപയോഗിച്ച ആള്, അയാളാണ് സോബർ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ആ വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പൊ ഈ ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് തലച്ചോറിന് കേടുപറ്റി, സ്വഭാവം മോശമായി, സ്വഭാവത്തിൽ അയാൾക്ക് ശാന്തത ഇല്ല, സ്വസ്ഥതയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സോബ്രൈറ്റി നഷ്ടപ്പെട്ടെന്ന് പറയാം. അതേ വെച്ചാൽ അയാൾ അത് തിരിച്ച് പിടിക്കുകയാണ്. അയാൾക്കിപ്പോൾ ശാന്തതയുണ്ട്, അയാൾ ആരെങ്കിലും പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ട്. അങ്ങനെയുള്ള ഒരു ആളാണ് നമ്മൾ സോബർ എന്ന് പറയുന്നത്. സെയ്നിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധി സ്ഥിരതയുണ്ടെന്ന് അർത്ഥം. ടു ബി സെയിൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. അതൊന്ന് കോൺഷ്യസ് ആയിരിക്കുക, നല്ല ബോധത്തിന്റെ ഉള്ളിലല്ലാതെ ബുദ്ധി ഇല്ലല്ലോ. ബോധത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതായത് ശ്രദ്ധ, ധാരണ, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്, അലർട്ട്, ജാഗ്രതയുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കുന്ന തലച്ചോറിന്റെ ഭാഗമുണ്ട്. അത് ഇലക്ട്രിക്കൽ കണക്ഷനിൽ കൂടിയാണ് തലച്ചോറിലേക്ക് ചെല്ലുന്നത് കേട്ടോ. അതിൻ്റെ പേര് ARAS എന്ന് പറയും, അസെൻഡിങ് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. അതൊരു നമ്മൾ ഈ വിഷുവിനൊക്കെ നമ്മൾ പൂത്തിരി കത്തിക്കുന്നില്ലേ, അന്നേരം അത് ഇങ്ങനെ കത്തി മുകളിലേക്ക് പൊന്തി പോകുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ മുകളിൽ ഹൂ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പൊന്തി പോകുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ അച്ചുതണ്ടിൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫയറിംഗ് എന്നാണ് പറയുന്നത്. തലച്ചോറിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഫയറിംഗ് എന്നാണ് പറയുന്നത്. വയറിംഗ് ആൻഡ് ഫയറിംഗ്. ഇലക്ട്രിസിറ്റി വയറിൽ കൂടിയാണ് പോകുന്നത്, ഞരമ്പുകളിൽ കൂടി. അത് ഇലക്ട്രിക്കൽ ആക്ടിവേഷൻ വരുന്നുണ്ട്. അത് എവിടം വരെ പോകുന്നറിയോ? തലച്ചോറിൻ്റെ മോൾ ഭാഗത്ത് വരെയും പോകുന്നുണ്ട്, താഴെ നിന്ന് മോൾ ഭാഗത്ത് വരെയും. അതിൻ്റെ പേര് ഇംഗ്ലീഷിൽ അസെൻഡിങ് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ARAS. ആ ARAS ശരിക്കും പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നല്ല
സുബോധത്തിൽ നിൽക്കുന്നത്. ആ ബോധത്തിൽ നമുക്ക് നമ്മൾ തലച്ചോറിൽ നല്ല രീതിയിൽ ഈ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മൾ സ്വഭാവത്തെയൊക്കെ വിലയിരുത്തും. നമ്മൾ ഗ്രഹിക്കുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രതികരിക്കുന്നു ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നു. അതാണ് നമ്മൾ സെയ്നിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് സെയ്നിറ്റി. അത് സെയിനായിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. ഇൻസാനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭ്രാന്ത് എന്നുള്ള രീതിയിലല്ല സാർ പറയണേ? ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നർത്ഥം. ഓക്കെ. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധം ഇല്ല, ബോധം ശരിക്കില്ല, കണക്റ്റഡ് അല്ല, അതിനാണ് ബന്ധമില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇൻസാനിറ്റി. ഇപ്പോൾ ഞാൻ ഒരു വാക്ക് എയിലൊക്കെ പല ആൾക്കാർ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരു 4 വാക്കുകൾ ഞാൻ പറയാം. ആ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ ഹൃദയസ്പർശിയാണ്. ഒരാൾക്ക് തിരിച്ചുവരവിൻ്റെ പാതയിൽ ആ വാക്കുകൾ ഒരാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ, അയാളുടെ മനസ്സിൽ ആവർത്തിച്ചാൽ അയാൾക്ക് എത്രമാത്രം ഭീകരമായിരുന്നു എൻ്റെ രോഗം, ഞാൻ എത്രമാത്രം അനുഭവിച്ചു, എൻ്റെ കൂടെയുള്ളവർ എങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നൊക്കെ ഈ 4 വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും. എന്താണ് വാക്ക്? ഈ പുറമേ നിന്ന് കാണുന്ന ആൾക്ക് ഒരാളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ, ഒരു മദ്യാസക്തൻ്റെ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ് പറയാനുള്ളത്? ഹീസ് മാഡ്, അവൻ ഭ്രാന്തനാണ്. ഹീസ് മാഡ്. ആക്ച്വലി ഈസ് മാഡ് എന്നാണ് ഇവർ പറയുന്നത്. ബാഡ്, അവൻ ചീത്തയാണ്. പക്ഷെ അവൻ്റെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ദേ ആർ സാഡ് ആൻഡ് ഹീ സാഡ്. അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അവൻ്റെ ബന്ധുക്കളും അവനും സങ്കടത്തിലാണ്. അത് അവൻ്റെ യഥാർത്ഥ സംഗതികൾ യാഥാർത്ഥ്യമാണ്. അവൻ്റെ യാഥാർത്ഥ്യം അവരിലാണുള്ളത്. അവൻ്റെ ഉള്ളിലും അവൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ ഉള്ളിലാണ് യാഥാർത്ഥ്യമുള്ളത്. പുറമേ നിന്ന് നോക്കിക്കാണുന്നവന് അവൻ ഭ്രാന്തനാണെന്ന് പറയും. അപ്പോൾ അത് എത്ര മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. മാഡ്, ബാഡ് ആൻഡ് സാഡ് 3 വാക്കുകളാണ്. അതിൻ്റെ സിറ്റുവേഷൻ നോക്കുക. താങ്ക് യു സർ. താങ്ക് യു ശിവചേട്ടാ. സുഹൃത്തെ, നമുക്ക് മീറ്റിംഗിന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ചു നേരം എടുക്കാം, അതല്ലെങ്കിൽ മീറ്റിംഗ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വേഗം കടന്നു വരാം. ഡോക്ടർ സാർ ലൈനിലുണ്ട് നിലവിൽ. ഡോക്ടർ നമസ്കാരം, അരുണാണ്, ഒരു ആൽക്കോളിക് ആണ്. ഡോക്ടർ, ഈ ഒരു മദ്യപാന രോഗിക്ക് ഈ ലോറോസെപ്പം എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, ബെൻസോഡൈപ്പിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നത്, അത് എങ്ങനെയാണ് ഹെൽപ്പ് ആവുക? പിന്നെ നമ്മൾ എങ്ങനെ അത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്, ഡിപ്പെൻഡൻസ് വരാതിരിക്കാൻ? തീർച്ചയായിട്ടും ലൊറോസെപ്പം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് പല കാര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വിഡ്രോയലാണ്. ഈ വിഡ്രോയൽ സിംറ്റം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ ഉദ്ദേശിക്കുന്നതും രോഗിയുടെ ബന്ധുക്കൾ ഉദ്ദേശിക്കും അയാൾക്ക് ഒരു സ്വസ്ഥതയാണ്, സമാധാനം, അടങ്ങിക്കിടക്കൽ, ഒരു വയലൻ്റ് ആകാതെ നോക്കുക, ഉറങ്ങുക. ഇതെല്ലാം സാധ്യമാണെങ്കിൽ അയാൾക്ക് ഒരു സെഡേഷൻ എന്ന് വെച്ചാൽ ഒരു ശാന്തത ഉണ്ടാക്കുന്ന ഒരു മരുന്ന്, അതിക്രമങ്ങളൊന്നും ഉണ്ടാകാതെ ശാന്തമായിട്ട് ഉറങ്ങാനും വിശ്രമിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മരുന്ന്. അത് ഫാർമക്കോളജിക്കലായിട്ട് അതിൻ്റെ ആക്ഷൻ അതാണ്. അതിൽ ഏറ്റവും പലതരത്തിലുള്ള മരുന്നുണ്ട്. പണ്ടൊക്കെ ഡയസപ്പാം എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലോർ ഡയസപ്പ് ഓക്സൈഡ്, ലിബ്രിയം എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിക്കാറുണ്ട്.
അതുകൂടാതെ ഈ ലോറാസെപ്പാമിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് ശാന്തത, ഉറക്കമുണ്ടാക്കും, അത് സ്വസ്ഥത ഉണ്ടാക്കും, റിലാക്സേഷൻ ഉണ്ടാക്കും. അതുകൂടാതെ അതിപ്രാധാന്യമുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ വിഡ്രോവൽ സിംറ്റം, അതായത് പിന്മാറ്റ ലക്ഷണം, മദ്യം ശരീരത്തിൽ നിന്ന് പിന്മാറി പോകുന്ന അവസ്ഥയിൽ ഈ തലച്ചോറിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ചിലപ്പോൾ കുഴപ്പത്തിലാകാറുണ്ട്. ആ സമയത്ത് അപസ്മാരം വരാറുണ്ട്. അപസ്മാരം വന്ന് മരിച്ചും പോവാം ആൾക്കാർ. വാസ്തവത്തിൽ ഈ വിഡ്രോവൽ സിംറ്റംസിൽ 5 മുതൽ 15 വയസ്സ് വരെ 15 വരെയുള്ള ആൾക്കാർ, 100ക്ക് 5 മുതൽ 15 വരെയുള്ള ആൾക്കാർ മരണസാധ്യതയുണ്ട്, അത് ശരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. രോഗി തന്നെ ചിലപ്പോൾ മദ്യം കഴിച്ചത് ആ അവസ്ഥയെ മറികടക്കാൻ നോക്കും. ശരിയാണത്. മദ്യം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റഡി ആയി പോകും, അതിന് സെഡേഷൻ ഉണ്ടാവും. അത് മദ്യം പിന്മാറി പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് തലച്ചോറിൻ്റെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനൊക്കെ കുഴപ്പത്തിലാവുന്നത്. അപ്പോൾ അതിന് അത് തന്നെ കൊടുക്കുകയാണല്ലോ. അത് അങ്ങനെ രോഗി തന്നെ അങ്ങനെ അത് കണ്ടുപിടിച്ച് അത് കുടിക്കും, അങ്ങനെ അത് ശാന്തമാവും. അതൊക്കെ ഉണ്ട്. ഈ രോഗാവസ്ഥ വളരെ നല്ല ഭംഗിയായിട്ട് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ വിഡ്രോവൽ സിംറ്റം. അപ്പോൾ അതിൽ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ ലോറാസെപ്പം. അപ്പോൾ അപസ്മാരത്തിന് വരാതെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ ഈ സെഡേഷൻ, ശാന്തതയും സ്വസ്ഥതയും ഉറക്കമൊക്കെ കിട്ടും. ഡോക്ടർ, ഇതിന്റെ എത്ര നാളെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ചെറിയ ഡോസിൽ? പിന്നെ വിഡ്രോവൽ കഴിഞ്ഞാൽ, വിഡ്രോവൽ സിംറ്റംസിനാണത് ഭൂരിഭാഗം കൊടുക്കുന്നത്. ഇത് കൂടാതെ ഈ മൂഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ മൂഡ് പെട്ടെന്ന് വയലൻ്റ് ആകുക, പെട്ടെന്ന് ചിലപ്പോൾ ബൈപ്പോളർ ഡിസീസ് ഉള്ള ആൾക്ക് മാനിയ, ഉന്മാദമൊക്കെ വരുമ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ വേറൊരു വേർഷനുണ്ട്, അത് ക്ലോണാസെപ്പം എന്ന് പറയും. അങ്ങനത്തെ ഒരു മരുന്ന് നമ്മൾ കൊടുക്കും, ക്ലോണാസെപ്പം, മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. അങ്ങനെ പല മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് വിഡ്രോവൽ കഴിഞ്ഞ് നമ്മൾ രോഗിക്ക് ബെറ്റർ ആയി കഴിഞ്ഞാൽ ഇത് പതുക്കെ ടേപ്പർ ചെയ്യണം. അത് പതുക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് അത് നിർത്തി വെക്കണം. കാരണം ഇത് തന്നെ അഡിക്ഷൻ ഉണ്ടാക്കും. ഈ ലോറാസെപ്പം തന്നെ സ്ഥിരമായിട്ട്, അല്ലെ ഇതിനുപയോഗിക്കുന്ന മറ്റു ചില മരുന്നുകളും ഒക്കെ തന്നെ പകരം ഉപയോഗിക്കുന്ന മരുന്നുകളും അത് കുറച്ച് നിർത്തിയില്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്തണം. ഇപ്പം 3 കഴിക്കുന്ന ആള് 2 ആക്കണം, 2 ഉള്ളത് 1 ആക്കണം, 1 ചിലപ്പോൾ 1.5 ആക്കിയിട്ട് നിർത്തണം. അങ്ങനെ പതുക്കെ ടേപ്പർ ചെയ്ത് ഇങ്ങനെ നിർത്തണം. അങ്ങനത്തെ അല്ലെങ്കിൽ അത് തന്നെ അഡിക്ഷൻ ഉണ്ടാക്കും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു അരുൺചേട്ടാ, താങ്ക് യു. സുഹൃത്തുക്കളെ, ഇനി ആരെങ്കിലും ഡോക്ടർ സാറിനോട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ലിറ്ററേച്ചറുകൾ നിങ്ങൾ എങ്ങനെ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ലിറ്ററേച്ചറുകൾ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമാണ്. പല ആൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ ലിറ്ററേച്ചറിൻ്റെ ഇത് വാട്സപ്പിൽ കൂടി ഇത് അയച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ഫിസിക്കലായിട്ട് ഇത് പൈസ കൊടുത്താണ് വാങ്ങിക്കാറുള്ളത് പല ആൾക്കാരും. സാർ, ഒരു സംശയം ചോദിച്ചോടെ? ഒരു സംശയം ചോദിച്ചോടെ സാർ? അത് നമ്മുടെ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ ഭയം വരുന്നത്, വല്ലാത്തൊരു പേടി വരുന്നത്? സമൂഹത്തിലെല്ലാം ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാരെല്ലാം എന്നെയാണോ നോക്കുന്നത് എന്നുള്ള ആ രീതിയിലുള്ള ടെൻഷൻ വരാൻ കാരണം എന്താണ്? ടെൻഷൻ വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്, നമ്മുടെ ഉള്ളിലെ പേഴ്സണാലിറ്റി തന്നെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. നമ്മൾ ജനിക്കുമ്പോഴേ മദ്യപാനിയായിട്ടല്ലല്ലോ ആരും ജനിക്കുന്നത്. നമ്മളിപ്പോ മദ്യം കഴിച്ചു തുടങ്ങുന്ന കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. അതിനു മുമ്പുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിൽ നമ്മൾ ആളുകളെ നിരീക്ഷിക്കാറുണ്ട്, മനുഷ്യരെ പറ്റി പഠിക്കാറുണ്ട്, പലതരം മനുഷ്യരെ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മദ്യപാനികളുടെ സ്വഭാവവും അവരുടെ ജീവിത രീതിയും ഒക്കെ നമുക്ക് പച്ചയായിട്ട് കാണാം.
അവരെന്തൊക്കെ പറയുന്നത്, എന്തൊക്കെ പ്രവർത്തിക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു മോശപ്പെട്ട സംഗതിയാണെന്നുള്ള, അതാണ് ഞാൻ KG ടെസ്റ്റൊക്കെ എടുത്ത് പറഞ്ഞത്. അത് മോശപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ള ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു മദ്യാസക്തനോട് നമ്മൾ ചോദിക്കുകയാണ്, മദ്യം നിർത്താൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ മദ്യം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പറയും, എന്താണ് പറയണേ, എനിക്ക് ആഗ്രഹമുണ്ട്, നിർത്തണം. എന്തിനാ അങ്ങനെ പറയണേ? കാരണം അത് മോശപ്പെട്ടൊരു സ്വഭാവമാണ്, മോശപ്പെട്ടൊരു രീതിയാണ്. ഒരാൾ പുറമേ നിന്ന് കാണുമ്പോൾ മോശക്കാരനാണെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് മോശക്കാരനാവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സാറേ, ഒരു കാര്യം ചോദിച്ചത്. ഓക്കെ, ഹലോ പറഞ്ഞോളൂ. സാറേ, ഈ മദ്യപാനവും ഈ സ്നേഹവും തമ്മിലുള്ള ആ കണക്ഷൻ തീർച്ചയായിട്ടും മദ്യപാനത്തിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അത് എക്സസീവായിട്ടുള്ള അതിര് കടന്ന ചില വികാരങ്ങൾ, പ്രകടനങ്ങൾ, സെന്റിമെന്റൽസ്, മാനിപ്പുലേഷൻസ്, ഇതൊക്കെ അതിലുള്ള ന്യൂറോട്ടിസം, ഇതൊക്കെ അതിലുള്ള വാക്കുകളാണ്, ഇംഗ്ലീഷിലുള്ള വാക്കുകളാണ്. അതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അഭിനയം. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വികാരത്തിന് പകരം അഭിനയം. ഇപ്പോൾ ഒരു സങ്കടമുള്ള സമയമാണെങ്കിൽ അതിര് കടന്ന സങ്കടം, അതിന് എല്ലാത്തിനും ഒരു അതിരുണ്ടല്ലോ, അല്ലെങ്കിൽ അതിര് കടന്ന സന്തോഷം. അങ്ങനത്തെ പരിപാടികൾ മദ്യപാന രോഗത്തിൽ കൂടുതലാണ്. അതിര് കടന്ന ഇതെല്ലാത്തിനും നമുക്കൊരു ലിമിറ്റുണ്ട്. അത് കാരണം വെച്ചാൽ നമ്മൾ ബോധമുള്ള മനുഷ്യരാണ്. അത് മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതിനെ പറ്റി നമുക്ക് ധാരണയുണ്ട്. നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ബോധിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അത് നമ്മൾ അതിര് കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. അത് കുറെ ഓവറായിപ്പോയി. എല്ലാവരും പറയാറില്ലേ, അത് കുറച്ച് ഓവറായിപ്പോയി. എന്തുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ പറയണേ? അതൊരു പരിഹാസ്യമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇതില് ഇങ്ങനെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും, അത് ഓവറായിട്ടുണ്ട്, അത് ഒരു ലിമിറ്റുണ്ട്. ലിമിറ്റ് എല്ലാവരും നോർമലായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലാണുള്ളത്. പക്ഷെ മദ്യാസക്തിൻ്റെ ഉള്ളിൽ അതില്ല, അതിര് കിടക്കുന്നു. പലപ്പോഴും അയാൾ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മദ്യാസക്തൻ പറഞ്ഞ കാര്യം തന്നെ ഒരു 20-30 പ്രാവശ്യം ചിലപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ കാരണം എന്നറിയോ? മദ്യം ഏറ്റവും പ്രധാനം തലച്ചോറിൽ ഉണ്ടാക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഓർമ്മശക്തിയെ അത് ദൂരെ കളയും. അപ്പൊ ഇപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് അയാൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, അയാൾക്ക് വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നു. അപ്പൊ ആ തലച്ചോറിന്റെ ആദ്യത്തെ കുഴപ്പം പറ്റിയെന്നുള്ളതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാനിയുടെ സ്വഭാവം. താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റിംഗിന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കട്ടെ. അതെ, മദ്യാസക്ത രോഗം ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരാളുടെ വിദ്യാഭ്യാസം, പണം, അയാളുടെ പ്രശസ്തി, അയാൾക്ക് മറ്റു തരത്തിലുള്ള അറിവുകൾ ഒന്നും മദ്യപാന രോഗത്തിനെ നിർത്താനായിട്ട് അയാളെ സഹായിക്കില്ല. അതുകൊണ്ട് അയാൾ ഈ മന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അയാൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ധർമ്മക്കാരനാണെങ്കിലും കണ്ടമാനം പണമുള്ള ആളാണെങ്കിലും അതൊന്നും ഓക്കെ. താങ്ക് യു.
താങ്ക് യു ഡോക്ടർ സാർ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സമയം ചെലവഴിക്കുകയും മദ്യപാന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും എയുടെ പ്രവർത്തനത്തെക്കുറിച്ചും പറഞ്ഞ് വിശദീകരിച്ച് തന്ന ഡോക്ടറിന് മിഡ്നൈറ്റ് സാറിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയും ഡോക്ടർ സാർ എത്തുമെന്ന പ്രതീക്ഷയോടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യുകയാണ്. തന്നെയുമല്ല, ഇന്ന് മിഡ്നൈറ്റ് സാർ ഗ്രൂപ്പ് മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ വായിക്കുകയാണ്. എയുടെ വാഗ്ദാനങ്ങൾ: നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരന്തരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിന്റെ നേരെ വാതിൽ കൊട്ടിയൊടിക്കുകയില്ല. പ്രശാന്തി എന്ന വാക്കിന്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴ്ത്തു പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സ്വഭാവവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിൽ നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവിയുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മളെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരുള്ളിൽ കണ്ടെന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണ് അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു, പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Keep coming back. Thank you, Dr. Sir. Thank you, Alan Chetai. Thank you, Alan Chetai. Thank you, Vinik Chetai. Thank you, Cherin Chetan. Thank you, Til Chetai. Thank you, Radish Bhai. Thank you. നാളെ കാണാം. Good night. Radish Bhai, good night. പോയോ? ഇവിടെ പോയി. ശുഭിച്ച